ലോ ഓഫ് കോമ്പൻസേഷൻ, പരിഹാരത്തിൻ്റെ നിയമം. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു ആനുപാതികമായിട്ടുള്ളൊരു പരിഹാരം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ കർമാസിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഹീൽ ചെയ്യാറില്ല. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ്പൻസേഷൻ കൊടുക്കണം. നമ്മളൊരു പരിഹാരം കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ധനം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കൊണ്ടാകാം. അങ്ങനെ ഏതൊരു കാര്യങ്ങൾ കൊണ്ടാണേലും നമ്മളതിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. കോസ് ആൻഡ് എഫക്റ്റ് തിയറി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ട പരിഹാരം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ കർമ്മങ്ങളിൽ കയറി ഇടപെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ലെന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. ഇപ്പോൾ മറ്റുള്ളവരുടെ കർമാസം അത് അവരുടെ ഇതാണ്, അത് അവർ അനുഭവിക്കട്ടെ. നമ്മളിൽ അവരുടെ കർമ്മങ്ങളെ മേടിച്ച് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ആ ഒരു പരിഹാരം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പരിഹാരം ചെയ്യാനായിട്ടാണ് പല രൂപത്തിലുള്ള പല രീതിയിലുള്ള ജന്മങ്ങൾ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഈ ജന്മത്തിൽ തന്നെ പരിഹാരം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിൽ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വളരെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കാനാണ് ഈ നിയമം പറയുന്നത്.